ചില പ്രേക്ഷകർ തുടർച്ചയായി ചോദിക്കുന്നുണ്ടായിരുന്നു, നമ്മുടെ പ്രവീൺ പുരുഷോത്തമൻ പത്തനംതിട്ടയിൽ കോൺഗ്രസിന്റെ ഓഫീസ് അടക്കാൻ പോയിട്ട് എവിടം വരെ എത്തി? പ്രവീൺ പുരുഷോത്തമൻ അവിടെ എത്തിയിട്ടുണ്ട്. പത്തനംതിട്ട കൊടുമണ്ണിലെ വിവാദോടെ വിഷയത്തിൽ റവന്യൂ വകുപ്പിന്റെ സർവേ നടപടികൾ ഇന്നും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫിന്റെ നേതൃത്വത്തിൽ ഇതേ കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ റോഡിന്റെ വീതി അളക്കാൻ ശ്രമിച്ചിരുന്നു. അത് വിവാദമായിരുന്നു, അത് സംഘർഷത്തിൽ കലാശിച്ചിരുന്നു. ഞങ്ങളുടെ പ്രതിനിധി പ്രവീൺ പുരുഷോത്തമനും പ്രേക്ഷകർക്ക് വേണ്ടി കോൺഗ്രസിന്റെ ഓഫീസിന് മുന്നിൽ റോഡിന്റെ വീതി അളക്കാൻ പോകുന്നു. ജോർജ് ജോസഫിന്റെ റോഡിന്റെ വീതി നമ്മൾ അളന്നു. ജോർജ് ജോസഫിന്റെ കെട്ടിടം നിൽക്കുന്ന സ്ഥലത്ത് നിന്നും 14 മീറ്റർ ഉണ്ടെന്നും 17 മീറ്റർ അവിടെ പുറമ്പോക്ക് ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കി. റോഡിന്റെ അലൈൻമെന്റ് ആ രീതിയിൽ മാറ്റം വന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കിയത്. കോൺഗ്രസിന്റെ ഓഫീസിന്റെ കാര്യത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. പ്രവീൺ പുരുഷോത്തമൻ, പ്രേക്ഷകർ കാത്തു നിൽക്കുകയാണ്, അളന്നു തുടങ്ങിക്കോളൂ. അരുൺ, ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസിന്റെ കൊടുമൺ മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുമ്പിലാണ്. ഇന്നലെയാണ് ഇവിടെ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫും കൂട്ടരും ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വവും തമ്മിൽ വാക്കുതർക്കവും പിന്നീട് ഉന്തും തള്ളുമൊക്കെ ഉണ്ടായത്. ഇവിടെ ഭൂമി ഈ റോഡിന്റെ വീതി അളന്നു തിട്ടപ്പെടുത്താൻ ശ്രമിച്ചതാണ് ഇവിടെ പ്രശ്നമായത്. ഈ റോഡിന്റെ അലൈൻമെന്റ് പ്രകാരം എല്ലായിടങ്ങളിലും 10 കിലോമീറ്ററിലധികം ദൂരം താണ് ഈ റോഡ് പുനരുദ്ധാരണം നടത്തുന്നത്. അത് 50 കോടിയിലധികം രൂപ ചെലവിട്ടാണ് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ ഓടയുടെ ഇരുവശത്തേക്കും, അതായത് റോഡിന്റെ ഇരുവശത്തും ഓടകൾ ഉൾപ്പെടെ 12 മീറ്റർ വീതി എന്ന് പറയുന്നു. കോൺഗ്രസ് ഓഫീസിന് മുന്നിൽ ഈ പറഞ്ഞ വീതി ഉണ്ടോ എന്നാണ് നാം പരിശോധിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ മതിലാണ് കോൺഗ്രസ് ഓഫീസിന്റെ മുൻവശത്തെ ഒരു അതിര് എന്നുള്ളത്. ആ അതിരിൽ നിന്നും ഏകദേശം എത്ര ദൂരം, അതായത് എത്ര മീറ്റർ ദൂരം കൃത്യമായും കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. 12 മീറ്ററിൽ കൂടുതൽ കാണും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇന്നലെ വിവാദമായ ഒരു കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ ആ അതിരിന്റെ അപ്പുറത്ത് നിന്ന് ഓടയടക്കമാണ് വേണ്ടത്. ജോർജ് ജോസഫ് ഇപ്പോൾ കൃത്യമായും കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ എതിർവശത്തുള്ള അതിരിൽ നിന്നും കോൺഗ്രസിന്റെ ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ കൃത്യമായും ഈ ഭിത്തി വരെ നാം നോക്കുമ്പോൾ 15 മീറ്ററിലധികം വീതി കാണിക്കുന്നുണ്ട്. അതായത് 15 മീറ്ററിലധികം വീതി തന്നെയാണ് ഈ ഭാഗത്ത് കാണിക്കുന്നത്. നമുക്ക് കൃത്യമായിട്ടും കാണാൻ സാധിക്കും. 15 മീറ്റർ കാണിക്കുന്നുണ്ട്. അതായത് ഏകദേശം അതെ. അതായത് കോൺഗ്രസിന്റെ കൊടുമൺ മണ്ഡലം കമ്മിറ്റി ഓഫീസിന്റെ എതിർവശത്തുള്ള മതിലിൽ നിന്നും കൃത്യമായും നാം നോക്കുമ്പോൾ 15 മീറ്ററിലധികം ദൂരത്തിലാണ് ഈ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിലനിൽക്കുന്നത്. അതായത് റോഡ് വികസനത്തിന് വേണ്ടത് ഓട കൂടി അളക്കുമ്പോൾ, അതായത് 12 മീറ്ററാണ് ഓട ഉൾപ്പെടെ. അതായത് 1.5 മീറ്റർ ഒരു വശത്ത് ഓട, എതിർവശത്ത് വീണ്ടും 1.5 മീറ്റർ ഓട, അങ്ങനെ 3 മീറ്റർ ഓടയും ബാക്കി 9 മീറ്റർ വീതി റോഡിനുമാണ് വേണ്ടത്. പക്ഷേ ഈ കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസ് ഇപ്പോൾ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് 15 മീറ്ററിലധികം ദൂരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. 15 മീറ്ററിലധികം വീതിയുണ്ട് ഈ ഭാഗത്ത് റോഡിന്. കോൺഗ്രസിന്റെ മണ്ഡലം കമ്മിറ്റി ഓഫീസിലേക്ക് 15 മീറ്ററിലധികം ദൂരം കാണിക്കുന്നുണ്ട്. 16 മീറ്റർ വീതിയാണ് കാണിക്കുന്നത്. പക്ഷേ ജോർജ് ജോസഫിന്റെ ഒരു പ്രധാനപ്പെട്ട ആരോപണം എന്നുള്ളത് റവന്യൂ രേഖകളിൽ 20 മീറ്ററിലധികം വീതി ഈ ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നാം ഇപ്പോൾ അളന്ന ഈ 16 മീറ്റർ കഴിഞ്ഞ് 16 മീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്താണ് കോൺഗ്രസ് ഓഫീസ് നിൽക്കുന്നതെന്നാണ് ജോർജ് ജോസഫിന്റെ ഒരു ആരോപണം. മനസ്സിലാക്കുക, ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ അളന്ന 2 സ്ഥലങ്ങളും, ഒന്ന് ജോർജ് ജോസഫിന്റെ കെട്ടിടം നിൽക്കുന്ന മിനിസ്റ്റർ വീണ ജോർജിന്റെ ഹസ്ബൻഡായ ജോർജ് ജോസഫിന്റെ കെട്ടിടം നിൽക്കുന്ന സ്ഥലം, അവിടെ നിന്ന് നമ്മൾ അളന്നു നോക്കിയപ്പോൾ 16 മീറ്റർ വീതി കാണിച്ചു. അത് ഓട കൂടി എടുത്താണെങ്കിലും അത് 14 മീറ്റർ ഉണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ 17 മീറ്ററാണ് റോഡിന്റെ പൊതുവെയുള്ള വീതിയായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇപ്പോൾ 12 മീറ്ററാണ് നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ജോർജ് ജോസഫിന്റെ കെട്ടിടം നിൽക്കുന്ന അതേ അളവിൽ തന്നെയാണ് കോൺഗ്രസിന്റെ കെട്ടിടവും നിൽക്കുന്നത് എന്നാണ് ഈ അളവിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ലേ പ്രവീൺ? അതെ. റോഡിന്റെ എതിർവശത്ത് നിന്നും നാം അളന്നപ്പോൾ കൃത്യമായും 15 മീറ്ററിലധികം വീതി ഈ റോഡിന്റെ ഭാഗത്തുണ്ട്. 12 മീറ്ററിലാണ് ഇവിടെ റോഡ് നിർമ്മാണം നടക്കുന്നത്. നമുക്ക് ഇപ്പോൾ ദൃശ്യത്തിൽ കാണാം, ഈ ഭാഗത്തൊക്കെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ 12 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണം നടക്കുന്നു. 15 മീറ്റർ വീതിയിലാണ് ദൂരപരിധി. ഇനിയിപ്പോൾ ആ സംഘർഷത്തിന് വേണ്ടി ആരും ശ്രമിക്കേണ്ടതില്ല. രണ്ടുപേരുടെയും കെട്ടിടങ്ങൾ നിൽക്കുന്നത് നിലവിൽ 12 മീറ്ററിനും അപ്പുറത്താണ്. ഇനി അറിയേണ്ടത് പുറമ്പോക്കിലാണോ നിൽക്കുന്നത്, അതിന് റവന്യൂ അധികാരികൾ നോക്കിക്കോളും.
എന്നാൽ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അലൈൻമെന്റിന്റെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഓഫീസോ ഒപ്പം ജോർജ് ജോസഫിന്റെ ഓഫീസോ ഇപ്പോൾ നിൽക്കുന്നത് അലൈൻമെന്റ് മാറ്റിക്കൊണ്ടല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. താങ്ക് യു പ്രവീൺ പുരുഷോത്തമൻ. ഏറെ ദിവസങ്ങളായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരുന്ന വിഷയമാണ്, അതിലൊരു തീർപ്പായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി റവന്യൂ ഭൂമി കയ്യേറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അത് പിന്നീട് റവന്യൂ സർക്കാരാണ് നോക്കേണ്ടത്. അത് രണ്ട് കാര്യത്തിലും നോക്കുകയാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന അളവ് പ്രകാരം രണ്ടിടത്തും 16 മീറ്ററോളം ബാക്കിയുള്ള സ്ഥലം കിടപ്പുണ്ട്.